എല്ലാവർക്കും E4 ഈസി മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ 10th SCRT ടെക്സ്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സെക്കൻഡ് ക്ലാസ് ആണിത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് കാണാത്തത് ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഡിസ്ക്രിപ്ഷനിൽ പോയി ആ ലിങ്ക് നോക്കുക, ഫസ്റ്റ് ക്ലാസ് കാണുക, എന്നിട്ട് ഈ സെക്കൻഡ് ക്ലാസ് കാണുക. ഓക്കെ. അപ്പൊ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ എക്സസൈസ്, അതായത് ഫസ്റ്റ് എക്സസൈസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പൊ ബാക്കി ഇനി 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അതുകൂടെ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു ടോപ്പിക്കിൽ കടക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 ways. അപ്പൊ നമുക്കൊരു സീക്വൻസ് ആദ്യം എഴുതണം. 1 വെച്ചോ 6 വെച്ചോ എൻഡ് ചെയ്യുന്ന നമ്പറിന്റെ സീക്വൻസ് എഴുതിയിട്ട് അതിന് 2 വേസിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കാം. 1 വരണം, 6 വരണം. അപ്പൊ 1 6 വരാം. അടുത്തത് 1 വെച്ച് എൻഡ് ചെയ്യുന്നത് വേറെ ഏത് വരും? 11 വരും. 6 വെച്ച് എൻഡ് ചെയ്യുന്നത് 16 വരാം, 21 വരാം, 26 വരാം. അപ്പൊ ഇങ്ങനെ പോവും സീക്വൻസ്. ഓക്കെ. അപ്പൊ സീക്വൻസ് ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? ഇനി പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് രീതിയിൽ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് രീതിയിൽ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഇതിന്റെ എല്ലാം നോക്കിക്കേ, നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ആണ്. പിന്നെ എന്താണ്, ഇതിൽ ഓരോന്നിലും 5 വെച്ച് ആഡ് ചെയ്ത് പോയിരിക്കുകയല്ലേ. നോക്കിക്കേ, 1 + 5 ആണ് 6. അതുപോലെ 6 + 5 ആണ് 11, 11 + 5 ആണ് 16, 16 + 5 21, 21 + 5 26. അങ്ങനെ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു രീതിയിൽ എങ്ങനെ നമ്മൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യാം? നമ്പർ സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് ആഡിങ് ബൈ 5. എല്ലാ നമ്പേഴ്സും 5 വെച്ച് ആഡ് ചെയ്ത് പോയി. അപ്പൊ ഒരു രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തു. ഓക്കെ. രണ്ടാമത് എങ്ങനെ നമുക്ക് പറയാം? ഇതെല്ലാം നോക്കിക്കേ, നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അല്ലേ കിട്ടുന്നത്. 1നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. ഓക്കെ. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടും. 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എന്ത് തന്നെ നമുക്ക് കിട്ടും? റിമൈൻഡർ 1 തന്നെ കിട്ടും. ഓക്കെ. 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 1, 26നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1. അപ്പൊ ഇതെല്ലാ കേസിലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ അങ്ങനെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. ടു വേസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആൻഡ് ആഡിംഗ് ബൈ 5 ആൻഡ് നമ്പേഴ്സ് വെൻ ഡിവൈഡഡ് ബൈ 5 ലീവ്സ് റിമൈൻഡർ 1. ഈ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, എ ടാങ്ക് കണ്ടെയ്ൻ 1000 liters ഓഫ് വാട്ടർ. ഒരു ടാങ്കില് 1000 liters ഓഫ് വാട്ടർ ഉണ്ട്. ആൻഡ് ഇറ്റ് ഫ്ലോസ് ഔട്ട് അറ്റ് എ റേറ്റ് ഓഫ് 5 liters per second. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ പുറത്തോട്ട് ഫ്ലോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ ദ ടാങ്ക് ആഫ്റ്റർ ഈച്ച് സെക്കൻഡ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും എത്ര ലിറ്റർ ടാങ്കില് വെള്ളം ഉണ്ടായിരിക്കും എന്ന സീക്വൻസ് ആണ് നമ്മുടെ എഴുതാൻ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കണം? ആദ്യം ഫസ്റ്റില് 1000 ഉള്ളത്. ഓക്കെ. ഓരോ 1 സെക്കൻഡിലും 5 liters വീതം പുറത്തോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു സെക്കൻഡ് കഴിയും തോറുമുള്ള ടാങ്കിലെ വെള്ളത്തിന്റെ അളവിനെ സീക്വൻസ് ആയിട്ട് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ടാങ്കിൽ 1000 liters തന്നെ ഉണ്ട്. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ കുറഞ്ഞു. അപ്പൊ 1000 - 5 995 ആയി. പിന്നെ വീണ്ടും ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ഒരു 5 ലിറ്റർ കുറഞ്ഞു. അതായത് 995 ഒരു 5 ലിറ്റർ പോയി, അതായത് 990 ആയി. വീണ്ടും ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും 5 ലിറ്റർ കുറഞ്ഞു. അപ്പം 985 ആയി. ഇങ്ങനെ പോകും ആ സീക്വൻസ്. ഓക്കെ. ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനില് നമുക്ക് നമ്പർ സീക്വൻസ് ആ കണ്ടുപിടിക്കാനുള്ളത്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു റെഗുലർ പെന്റഗൺ തന്നിട്ടുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്, ഒരു റെഗുലർ പെന്റഗൺ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ നമ്പർ സീക്വൻസ്, നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് അത് എഴുതാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്? ഓക്കെ, 3 സൈഡ്. സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? ഓക്കെ, 4 സൈഡ് ഉണ്ട്. റെഗുലർ പെന്റഗന് 5 സൈഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് 3 4 5 കിട്ടി. ഓക്കെ. ദെൻ എക്സ്റ്റേണൽ ആംഗിൾസ്, സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾ. ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും അതിന്റെ എക്സ്റ്റേണൽ ആംഗിൾ 360 ആയിരിക്കും. ഇനി ട്രയാങ്കിൾ എടുത്താലും സ്ക്വയർ എടുത്താലും റെഗുലർ പെന്റഗൺ എടുത്താലും ഹെക്സഗൺ എടുത്താലും ഏതെടുത്താലും സം ഓഫ് എക്സ്റ്റേണൽ ആംഗിൾസ് എപ്പോഴും 360 ആയിരിക്കും. അപ്പൊ 360 360 360.
ഓക്കെ, ഇനി ഇന്റേണൽ ആംഗിൾസ് നോക്കാം. സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പഠിച്ചിരിക്കണം. n-2 × 180. n-2 × 180 ആണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് 3 ആണല്ലോ. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പം n-3 × 180. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എന്ത് വരും, 3 - 2. 3 - 2 എന്ന് പറയുമ്പോൾ 1 × 180 180. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം എന്താണ് സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സൈഡ്സ് ഉണ്ട്. അപ്പൊ n-2, അതായത് 4 - 2. 2 × 4 - 2 വരുമ്പോൾ 2 × 180. അപ്പൊ ഇവിടെ 360 കിട്ടി. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കേണ്ട പെന്റഗൺ ആണ്. പെന്റഗന്റെ നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. അപ്പം ഈ സം ഓഫ് ഇന്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ n-2 × 180 n-ന് പകരം 5 കൊടുക്കുക. അപ്പം 5 - 2 എത്ര കിട്ടും, 3 × 180. അപ്പൊ നമുക്ക് അവിടെയും കിട്ടി 540 കിട്ടി. അപ്പൊ നമ്മുടെ പുതിയ സീക്വൻസ് ആയി സം ഓഫ് ഇന്റേണൽ ആംഗിൾസിന്റെ സീക്വൻസ് 180 360 540. ഓക്കെ, അപ്പൊ സം ഓഫ് ഇന്റേണൽ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, n-2 × 180. ഓക്കെ, ഇനി ഒരു ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ നിങ്ങൾക്ക് അറിയാലോ, 180 ഉണ്ട്, 360 ഉണ്ട്, 540 ഉണ്ട്. ഒരു ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസിന്റെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഇപ്പൊ ഇത് നോക്കിയാൽ ഒരു ഇന്റീരിയർ ആംഗിൾ, ടോട്ടൽ ഇന്റീരിയർ 180. അപ്പം ആദ്യത്തെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. സോ 1 ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും 180 / 3. ഓക്കെ, അടുത്തത് എന്താണ്, ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ ഓഫ് സ്ക്വയർ 360 ആണ്. അപ്പൊ 360 / സ്ക്വയറിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുമ്പോൾ 4. ഓക്കെ, അടുത്തത് 540 / ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ 540. റെഗുലർ പെന്റഗൺ ആണ്. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുമ്പോൾ 5 ആണ്. 90 കിട്ടി, 108 കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വൺ എക്സ്റ്റീരിയർ ആംഗിൾ, ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, 180 നിന്നും ഈ ഓരോ ഇന്റീരിയർ ആംഗിൾ കുറച്ചാൽ മതി. അതായത് 180 - 60, 180 - ഒരു ഇന്റീരിയർ ആംഗിൾ സ്ക്വയറിന്റെ എന്താണ് 90. അപ്പൊ 180 - 90, പിന്നെ 180 - 108. അപ്പൊ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും, 180 - 60. ആൻസർ എന്ത് കിട്ടി, 120 കിട്ടി. ഓക്കെ, 180 - 90 കിട്ടി. 180 - 108 നമുക്ക് എന്ത് കിട്ടി, 72. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി 180 നിന്നും ഒരു ഇന്റീരിയർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർമുലാസ് ഇതാണ്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് പോളിഗൺ 360 ഡിഗ്രി. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ n-2 × 180. 1 ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംഗിൾ ഡിവൈഡഡ് ബൈ n. ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 - 1 ഇന്റീരിയർ ആംഗിൾ. എന്നറിയാലോ, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ ആണ് n. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ടോപ്പിക്, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓൾജിബ്രൈക് എക്സ്പ്രഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആദ്യം എഴുതണം. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 3 5 7 9 എഴുതി. ഓക്കെ, സീക്വൻസ് എഴുതി. ഇനി ഇതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജനറൽ ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ഇൻ ടേംസ് ഓഫ് എന്റെ ടേംസിൽ ഇത് ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, ഇതിലെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 3 ആണ്, തേർഡ് ടേം 5. അങ്ങനെ nth ടേം, അതായത് ജനറൽ ആയിട്ട് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ട്രിക്ക് ഉണ്ട്, ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ഇവിടെ നോക്കിയേ, 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നതെന്ന് നോക്കാം. 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 3 കിട്ടും. 1 + 2 ആണ് 3. ഓക്കെ, അതേപോലെ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്താൽ 5 കിട്ടും, 2. ഓക്കെ, 5ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 7, 7ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 9. അങ്ങനെയാണ് സീരീസ് പോകുന്നത്. ഓക്കെ, അപ്പൊ 2 ആണ് നമ്മുടെ കോമൺ ഫാക്ടർ അല്ലേ അവിടെ. ഓക്കെ, അതിന്റെ കൂടെ ഒരു n എഴുതുക. ഓക്കെ, അതിന്റെ കൂടെ n എഴുതി. ഇനി നമുക്ക് സൈഡിലോട്ട് മാറ്റി ചെയ്യാം. 2 ×
എന്നിന് വരെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2 × 1 2 കിട്ടുമല്ലോ. ഇനി ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഫസ്റ്റ് ടേം 1 ആണ്. ഈ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഇതിന്റെ കൂടെ എന്തുകൊണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും? ഒരു 2 -1 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടുമല്ലോ. ആ -1നെ ഇവിടെ എഴുതുക. ഇതാണ് നിങ്ങളുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ ഓഡ് നമ്പറിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ 2n - 1. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെയൊക്കെ കോമൺ ഫാക്ടർ, കോമൺ ആയിട്ട് ഒരു 2 വെച്ച് ആഡ് ചെയ്ത് പോകണം. ആ 2 എഴുതുക, അതിന്റെ കൂടെ ഒരു n എഴുതുക. ഇനി എന്നിന് സൈഡിലോട്ട് മാറ്റി എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2 × 1 2 കിട്ടി. ഇനി ഈ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടിയിട്ട് 2ന്റെ കൂടെ എന്തോ വെച്ച് മൈനസ് ചെയ്താൽ മതി. -1 ചെയ്യുമ്പോൾ 1 കിട്ടുമല്ലോ. ആ -1 എടുത്തെഴുതുക. ഓക്കെ, ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ നോക്കാം. Second question, write the algebraic expression of a sequence of even numbers. Even numbers in the algebraic expression ആണ് എഴുതാൻ ചോദിച്ചെങ്കിൽ ഈവൻ നമ്പേഴ്സിന്റെ സീക്വൻസ് 2 ആണ്, 4, 6, 8 ഒക്കെ എഴുതി. ഇതിന് എല്ലാത്തിനും കോമൺ ഫാക്ടർ വരുന്നത് എന്താണ്? കോമൺ ആയിട്ട് വരുന്നത് 2 + 2 ആണ്, 4, 4 + 2 അങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് 2 എഴുതി. ഇനി algebraic expression കാണാൻ in terms of n എഴുതി. അപ്പൊ 2n, ഫസ്റ്റ് ടേം 2 ആണ്, സെക്കൻഡ് ടേം 4 ആണ്, അങ്ങനെ അപ് ടു ലാസ്റ്റ് ടേം n ടേം. ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? 2n എന്ന് കൊടുക്കാം. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 1 2 കിട്ടുന്നുണ്ടല്ലോ. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n × 2 4 കിട്ടുന്നുണ്ട്. n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 എന്ത് 4 കിട്ടുന്നുണ്ട്. 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 3 6 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് sequence of even numbers 2n. Okay, then write the algebraic expression of sequence of numbers, sequence of natural numbers ending in 1. 1ൽ എൻഡ് ചെയ്യുന്ന sequence of natural numbers. അതപ്പം എന്തൊക്കെ വരാം? 1 വരാം, 11 വരാം, 21 വരാം, 31 വരാം, 41 വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? 1, സെക്കൻഡ് ടേം എന്ത് കിട്ടി? 11, തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 21, അങ്ങനെ nth ടേം എന്താന്ന് നോക്കാം. ജനറൽ എക്സ്പ്രഷൻ എന്താന്ന് നോക്കാം. ഓക്കെ, ഇനി നോക്കിയേ, ഇവിടെ എല്ലാം എന്ത് ആഡ് ചെയ്ത് വരുന്നുണ്ട്? 1ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോഴാണ് 11, 11ന്റെ കൂടെ 10 ആഡ് ചെയ്യുമ്പോൾ 21. അപ്പൊ ജനറൽ ആയിട്ട് 10 ആണ് ആഡ് ചെയ്ത് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 നമുക്ക് കിട്ടി, അതിന്റെ കൂടെ ഒരു n എഴുതാം, 10n. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം 1 ആണ്. ഫസ്റ്റ് ടേം 1 വരണമെങ്കിൽ ഈ 10ന്റെ കൂടെ ഇപ്പൊ 10 ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും n-ന് 1 കൊടുക്കുക. അപ്പൊ 10 × 1 ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ് കിട്ടുന്നത്. ഓക്കെ, 10 കിട്ടി. 10ന്റെ കൂടെ എന്ത് മൈനസ് ചെയ്താലാണ് 1 കിട്ടുന്നത്? 10ന്റെ കൂടെ ഒരു -9 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ അതേപോലെ തന്നെ ആ -9 ഈ ജനറൽ എക്സ്പ്രഷനിൽ കൊടുക്കാം. 10n - 9 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. n-ന് ഫസ്റ്റ് ടേം, അതായത് n-ന് 1 കൊടുക്കുക. ഫസ്റ്റ് ടേം കിട്ടുന്നുണ്ടോ നോക്കിയേ. 10 × 1 10, 10 - 9 1 കിട്ടി. ഇനി n-ന് 2 കൊടുക്കും. സെക്കൻഡ് ടേം കിട്ടുന്നുണ്ടോ നോക്കാം. 10 × 2 10 × 2 എന്താണ്? 20, 20 - 9 11 കിട്ടിയല്ലോ. അടുത്ത n-ന് 3 കൊടുത്ത് ചെക്ക് ചെയ്യാം. 10 × 3 30, 30 - 9 ആണ് 21. ഓക്കെ, അപ്പം ആ ജനറൽ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടി? 10n - 9 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the algebraic expression of sequence of natural numbers ending in 1 or 6. ഇനി 1-ലോ 6-ലോ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ആണ് എങ്ങനെ എഴുതാം? സീക്വൻസ് 1 എഴുതാം, 6 എഴുതാം, 11, 16, 21, 26 അങ്ങനെ പോവും എക്സ്പ്രഷൻ. ഓക്കെ, അങ്ങനെ പോവും നമ്മുടെ സീക്വൻസ്. ഓക്കെ, ഇനി ഇവിടെ എല്ലാത്തിന്റെയും കോമൺ ആയിട്ട് എന്ത് വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്? 1 + 5 ആണ് 6. ഓക്കെ, 6 + 5 ആണ് 11, 11 + 5 ആ 16, 16 + 5 21 അങ്ങനെ പോകുന്നത്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണ്? 5 ആണ്. ഓക്കെ, ഇനി നമുക്ക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം 5n എന്ന് കൊടുക്കുക. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് 5n-ന് 1 കൊടുക്കുമ്പോൾ 5 ആണെന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണം? 1 വരണം. അപ്പൊ ഇതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു -4 കൂടെ ചെയ്താൽ മതിയല്ലോ, നമുക്ക് 1 കിട്ടുമല്ലോ. അപ്പൊ എങ്ങനെ നോക്കി ചെക്ക് ചെയ്ത്? 5n - 4 ചെക്ക് ചെയ്ത് നോക്കി. n-ന് 1 കൊടുക്കുക. n-ന് 1 കൊടുക്കാം. 5 × 1 5 -4 ചെയ്യുമ്പോൾ 1 കിട്ടുന്നുണ്ട്. ഇനി n-ന് 2 കൊടുത്ത് നോക്കാം. 5 × 2 10, 10 - 4 6 കിട്ടുന്നുണ്ട്. അതേപോലെ 5 × 3 15 - 4 11 കിട്ടുന്നു. അപ്പൊ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ത് കിട്ടി? 5n - 4 കിട്ടി. ഓക്കെ, അപ്പൊ കോമൺ ഉണ്ടോ നോക്കുക, കോമൺ ടേംസ് വല്ലതും ഉണ്ടോ നോക്കുക. ആഡ് ചെയ്ത് പോകുന്ന ഏതാ? 5 ആണ്. ആ 5 കൊടുക്കുക, n കൊടുക്കുക, എന്നിട്ട്
ഫസ്റ്റ് നമ്പർ 1 കിട്ടാൻ വേണ്ടിയിട്ട് അത് എന്ത് മൈനസ് ചെയ്താൽ 1 കിട്ടുമെന്ന് നോക്കുക. -4. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ അതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഒരു സീക്വൻസ് എഴുതുക. സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറയുമ്പോൾ അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകാം, അതേപോലെ തന്നെ ഒരു സ്ക്വയർ വരാം, പിന്നെ ഒരു റെഗുലർ പെന്റഗൺ വരാം. ഓക്കെ, ഇതിന്റെയൊക്കെ നമ്മൾ സീക്വൻസ് പഠിച്ചു. നമ്പർ ഓഫ് സൈഡ്സ് കാണാനുള്ള സീക്വൻസ്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ, സം ഓഫ് 1 ഇന്റീരിയർ ആംഗിൾ, സം ഓഫ് 1 എക്സ്റ്റീരിയർ ആംഗിൾ. ഇതിന്റെയൊക്കെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചെങ്കിൽ, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് സീക്വൻസ് ഓഫ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആണ് ചോദിച്ചതെങ്കിൽ, സം ഓഫ് ഇന്റീരിയർ ആംഗിൾ. അപ്പൊ നമ്മൾ ഇതിന്റെ സീക്വൻസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. എങ്ങനെ സീക്വൻസ് കണ്ടുപിടിക്കും, ഫോർമുല യൂസ് ചെയ്ത് n-2 × 180 വെച്ച് എങ്ങനെ സീക്വൻസ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ സീക്വൻസ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം. എത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയത്? 180 കിട്ടി. ട്രയാങ്കിളിന്റെ ആകുമ്പോൾ 180, സ്ക്വയറിന്റെ 360, പെന്റഗണിന്റെ വരുമ്പോൾ 540 നമുക്ക് കിട്ടി. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 180 എന്ത് ആഡ് ചെയ്താൽ 360 കിട്ടും? 180. വീണ്ടും 360 + 180 ആണ് 540 കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കോമൺ ആയിട്ട് നമുക്ക് കോമൺ ടേം കിട്ടുന്നത് 180 എന്ന് കിട്ടി. ഓക്കെ, 180 n എടുക്കാം. 180 n ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ഇൻ ടേംസ് ഓഫ് n ആണ് എഴുതേണ്ടത്. ഓക്കെ, 180 n എഴുതി. ഇനി നോക്കിക്കേ, n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 180 × 1 180 ഫസ്റ്റ് ടേം തന്നെ കിട്ടി. അപ്പൊ നമുക്ക് വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? 180 n. ഓക്കെ, ഇനി ഇതേ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഇന്റീരിയർ ആംഗിളിന് പകരം നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ചോദിച്ചെങ്കിൽ, എക്സ്റ്റീരിയർ ആംഗിൾ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചെങ്കിൽ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും എന്താണ്? 360 തന്നെയാണ്. അപ്പൊ 360 തന്നെയാണ്. ഇവിടെ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഫസ്റ്റ് ടേം നമുക്ക് ചെയ്യാനൊന്നുമില്ല ഇതിനകത്ത്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, അതായത് ഒന്നും ആഡ് ചെയ്ത് പോകുന്നില്ല, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് 360 എന്ന് മാത്രം എഴുതാൻ പറ്റില്ല. കാരണം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കണം? ഇൻ ടേംസ് ഓഫ് n ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 360 എന്ന് മാത്രം എഴുതിയാൽ പോരാ, ഒരു n കൊടുക്കണം. പക്ഷെ ഇവിടെ n കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ഒരു ഡിവൈഡഡ് ബൈ n കൂടെ കൊടുക്കുക. നമുക്ക് 360 മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ n-ന്റെ ടേംസിൽ എഴുതുന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വാല്യൂവിന് ചേഞ്ച് വരാതിരിക്കാൻ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് 360 n/n ആണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺസ്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തും ചെയ്യാം. അതായത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫോർമുല വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.